Good evening and welcome. Special edition തുടങ്ങുന്നു. മന്നത്ത് പത്മനാഭൻ ആരുടെയും പൊതുസ്വത്തല്ലെന്ന് സുകുമാരൻ നായർ. പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കില്ല. പ്രശ്നപരിഹാരം ഉടനെന്നും അന്തിമ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി. 2 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. കർഷകരുടെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കണമെന്ന് VM സുധീരൻ. റിപ്പോർട്ട് പിൻവലിച്ചില്ലെങ്കിൽ UPAക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് കേരള കാത്തലിക് കോൺഗ്രസ്. തെറ്റിദ്ധാരണകളും സന്ദേഹങ്ങളുമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ നയിക്കുന്നതെന്ന് VM സുധീരൻ. മന്നത്ത് പത്മനാഭന്റെ ഇടപെടൽ ചരിത്രത്തിലെ രജതരേഖയെന്നും VM സുധീരൻ. മന്നം സമാധി പൊതുസ്വത്തല്ലെന്നും പെരുന്നയിൽ സുധീരൻ കാട്ടിയത് അതിക്രമമെന്നും G സുകുമാരൻ നായർ. കേരള കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് ഫ്രാൻസിസ് ജോർജ്. ഇടതുമുന്നണിയുമായി ആശയവിനിമയം നടത്തുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതം. ഇടുക്കിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനെന്നും ഫ്രാൻസിസ് ജോർജ് മീഡിയ വണ്ണോട്. ഖത്തറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരിൽ 2 പേർ മലയാളികൾ. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് മലപ്പുറം സ്വദേശികൾ. 4 മലയാളികളെ കാണാനില്ല. മരണം 12ആയി. 31 പേർക്ക് ഗുരുതര പരിക്ക്. INS സിന്ധു രത്ന മുങ്ങിക്കപ്പൽ അപകടത്തിൽ 2 നാവികരുടെ മരണം സ്ഥിരീകരിച്ചു. സംഭവം ദുഃഖകരമെന്ന് AK ആന്റണി. നാവികസേനാ മേധാവിക്ക് പുറമെ വൈസ് അഡ്മിറൽ ശേഖർ ഗുപ്തയും സ്ഥാനമൊഴിയുമെന്ന് സൂചന. കശ്മീരിലെ ഖന്ദർബാൽ സൈനിക കേന്ദ്രത്തിൽ സഹപ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സൈനികൻ ആത്മഹത്യ ചെയ്തു. തെറ്റിദ്ധാരണകളും സന്ദേഹങ്ങളുമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ നയിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മന്നം ആരുടെയും പൊതുസ്വത്താണെന്ന് സമൂഹത്തിനറിയാം. എല്ലാ സമുദായ നേതാക്കളോടും തുറന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്നത്ത് പത്മനാഭനോടുള്ള ബഹുമാനം കൊണ്ടാണ് സമാധി ദിനത്തിൽ മന്നം സമാധിയിൽ സന്ദർശനം നടത്തിയത്. സമാധിയിൽ പുഷ്പാർച്ചന നടത്തി തിരിച്ചുപോകാനാണ് അന്നവിടെ എത്തിയത്. ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ അനുയോജ്യമായ സന്ദർഭമല്ലായിരുന്നു. എങ്കിലും സുകുമാരൻ നായർക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കാണുമായിരുന്നുവെന്ന് VM സുധീരൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു, കൂട്ടപ്രാർത്ഥന നടത്തുന്നു. ആ സന്ദർഭത്തിൽ മറ്റൊരു ചർച്ചയ്ക്കൊരു പ്രസക്തിയില്ല. തന്നെയുമല്ല, NSS ജനറൽ സെക്രട്ടറിക്ക് എന്നെ കാണണമെന്ന് താല്പര്യമുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണുമായിരുന്നു. മന്നം സമാധി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മന്നം സമാധി എന്താണെന്നുള്ളത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുള്ളത്, എന്നെക്കുറിച്ച് അദ്ദേഹം എന്തും പറയട്ടെ, എനിക്കതിലൊരു ബുദ്ധിമുട്ടില്ല. എൻ്റെ പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിനൊരു പരാതിയില്ല എന്ന് കേട്ടത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അദ്ദേഹത്തെ നയിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണയും എന്തോ വികാര വിക്ഷോഭവുമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. സമുദായ നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളും. കോൺഗ്രസിനോടുള്ള സൗഹൃദം തന്നിലേക്ക് കൂടി പകരാൻ കഴിയട്ടെ എന്നും സുധീരൻ പറഞ്ഞു. മീഡിയ വൺ, തിരുവനന്തപുരം. പെരുന്നയിൽ VM സുധീരൻ കാട്ടിയത് അതിക്രമമാണെന്ന് സുകുമാരൻ നായർ. ഗാന്ധി പ്രതിമ പോലെ ഏവർക്കും വന്ന് തൊഴുതു പോകാവുന്നതല്ല മന്നം പ്രതിമ. NSS കോൺഗ്രസിനെതിരല്ല, പക്ഷേ സുധീരനെതിരാണ്. സുധീരനെ പിന്തുണച്ച VSനെയും NSS എതിർക്കുമെന്ന് സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. സുധീരൻ മാത്രം നയിച്ചാൽ വോട്ട് ചെല്ലുകയല്ലോ. ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലേ, അതിന് ആളുകളില്ലേ, അവരുടെ സ്വാധീനമല്ലേ ഇതിനകത്തുള്ളത്. ആദർശം പറഞ്ഞാലൊന്നും വോട്ട് കിട്ടത്തൊന്നുമില്ല. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മന്നസമാധി ഉപയോഗിക്കുകയും ഞങ്ങൾ സമുദായത്തിനും സംഘടനയ്ക്കും ഒന്നും വിധേയരല്ലെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് തുടർന്നുള്ള പ്രതികരണം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒറ്റ നായരുടെ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MV ജയരാജൻ, കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, ദളിത് ചിന്തകൻ സണ്ണി M കബിക്കാട് എന്നിവർ ചേരുന്നു. VT ബൽറാം MLA, വെള്ളാപ്പള്ളി നരേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അജയ് തറയിലേക്ക്. അജയ് തറയിൽ, ഇന്ന് സുധീരന്റെ പ്രതികരണം, സുകുമാരൻ നായരോടുള്ള പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇത്രമാത്രം വിനയാന്വിതനാകേണ്ടതുണ്ടോ സുധീരൻ? അല്ല, സുധീരൻ ഒരു കറക്റ്റ് വെർഷനാണല്ലോ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. അന്ന് ഉണ്ടായ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി സുധീരൻ വളരെ വ്യക്തമായി പറഞ്ഞത്. മന്നം സമാധിയിൽ പോയത് കേരളത്തിലെ സമുദായ പരിഷ്കർത്താവായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ
ചരമദിനം അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിലാണ് ഇതുകൊണ്ട് പുഷ്പാർച്ചന നടത്താൻ പോയതാണ്. രാഷ്ട്രീയ ഉദ്ദേശങ്ങളോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ല. NSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രമിക്കാത്തത്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ടെന്നും തന്നെ കാണാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട്, വളരെ വ്യക്തമായ ഔന്നത്യത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീ VM സുധീരൻ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ മനസ്സിലാകാത്ത ആളുകൾ ആരാണ് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. കേരളത്തിൽ മനസ്സിലാകുന്ന പൊതുജനത്തോട് സുകുമാരൻ നായർ ഇന്ന് ആവർത്തിച്ച് പറയുന്നത് മന്നം പ്രതിമ എന്നത് ഗാന്ധി പ്രതിമ പോലെ ഒരു പൊതുസ്ഥലത്തുള്ള ഒരു പൊതു സ്വത്തല്ല. അത് മന്നം പ്രതിമ, മന്നം സമാധി എന്നത് NSSന്റെ സ്വകാര്യ സ്വത്താണ്. അവിടെ കയറി വരുന്നത് അതിക്രമിച്ച് കടക്കലാണ് എന്നുകൂടി സൂചിപ്പിച്ചിരിക്കുന്നു. അതിനാണല്ലോ അദ്ദേഹം NSS ജനറൽ സെക്രട്ടറിയോട് അനുവാദം ചോദിക്കുകയും മന്നം സമാധിയിൽ ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ 9:30 മണിക്കും ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വരാം എന്ന് പറഞ്ഞ് എല്ലാവിധ അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് ശ്രീ VM സുധീരൻ വന്നത്. അവിടെ വന്നപ്പോൾ NSSന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, NSSന്റെ ബോർഡ് അംഗങ്ങളുണ്ടായിരുന്നു. പ്രസിഡന്റിനെ കണ്ട് അദ്ദേഹം സംസാരിച്ചു, ബോർഡ് അംഗങ്ങളെ കണ്ട് അദ്ദേഹം സംസാരിച്ചു, മറ്റ് നിരവധി NSSന്റെ യൂണിയൻ പ്രസിഡന്റുമാരെ കണ്ട് അദ്ദേഹം സംസാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അദ്ദേഹം കാണുകയും വളരെ സോഫ്റ്റായി കാര്യങ്ങൾ ചെയ്യുകയും 15 മിനിറ്റോളം അവിടെ മനം നൊന്ത് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ VM സുധീരൻ. അതുകൊണ്ട് സുധീരൻ്റെ നിലപാടിനെ ഞങ്ങൾ യാതൊരു തെറ്റും കാണുന്നില്ല. പിന്നെ VM സുധീരൻ കുറേ ഒക്കെ അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെക്കാളും വ്യത്യസ്തനാണ്. അദ്ദേഹം വളരെ ഓവറായി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുകയോ ഓവറായി അദ്ദേഹം സമുദായ നേതാക്കന്മാരെ കാണുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ഒരാളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പോയി കണ്ടു എന്ന് പറയുന്ന പോലെ ഓടിച്ചത് കാണാൻ കൂട്ടാക്കാതിരുന്നത്. അത് ഒരു നിഷേധമല്ല. സമുദായ നേതാക്കന്മാരെയും സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്ന ആളാണ് VM സുധീരൻ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞു. ഞാൻ എതിരാണ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലപാട് വ്യക്തമായല്ലോ. സമുദായ നേതാക്കന്മാരെയും സമുദായ സംഘടനകളെയും ആരാധിക്കുകയും സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് ശരിദൂര സിദ്ധാന്തത്തിലാണ് NSS എത്തി നിൽക്കുന്നത്. സുകുമാരൻ നായർ പറയുന്നത് മന്നം സമാധി ഒരു പൊതു സ്വത്തല്ല, ഗാന്ധി പ്രതിമ പോലെ ആർക്കും എപ്പോഴും കയറി വന്ന് തൊഴാനുള്ള സ്ഥലമല്ല മന്നം സമാധി എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. സമുദായ നേതാക്കൾ, സമുദായ പരിഷ്കർത്താക്കൾ പൊതു സ്വത്തല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ സുകുമാരൻ നായർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ ശ്രീ സുകുമാരൻ നായർ സുവ്യക്തമായി വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കയറി നിരങ്ങാവുന്ന ഒരിടമല്ല മന്നം സമാധി സ്ഥലം എന്ന് തന്നെയാണ്. ശ്രീ VM സുധീരൻ എന്തൊക്കെ ന്യായവാദങ്ങൾ ഉയർത്തിയാലും അവിടെ കയറിയത് സംബന്ധിച്ച് VM സുധീരന്റെ വിശദീകരണത്തിന് ശേഷവും ശ്രീ സുകുമാരൻ നായർ കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ച സമീപനത്തെ അതിനിശിതമായി വിമർശിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് VD സതീശന്റെ ഒരു പ്രതികരണം വന്നു. സ്ഥാനാർത്ഥിയെയും മന്ത്രിയെയും വകുപ്പിനെയും സമുദായ സംഘടനകൾ തീരുമാനിക്കുന്ന നിലയിൽ കോൺഗ്രസ് അധപ്പതിച്ചാൽ പിന്നെ കോൺഗ്രസ് പിരിച്ചുവിടുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നേ പിരിച്ചുവിടേണ്ടതായിരുന്നു. ഗാന്ധിജി മുമ്പ് തന്നെ പറഞ്ഞതാണ്, അധികാരത്തിലെത്തിയ കോൺഗ്രസിനെ കുറിച്ച് ഗാന്ധിജിക്ക് മുൻവിധി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയായിരിക്കണം ഗാന്ധിജി എന്ന് പറഞ്ഞത് കോൺഗ്രസ് പിരിച്ചുവിടേണ്ടിയിരിക്കുന്നുവെന്ന്. യഥാർത്ഥത്തിൽ അധികാരത്തിലെത്തുന്നതിനു വേണ്ടി സമുദായ സംഘടനകളെയും വർഗീയ സംഘടനകളെയും ഒക്കെ കൂട്ടുപിടിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ നാട്ടിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള മഹത്തായ സന്ദേശം ജനങ്ങൾ ഏറ്റെടുത്ത നാട്ടിൽ ഇത്രമാത്രം മനുഷ്യനെ ചേരിതിരിക്കാൻ ജാതിയുടെ, മതത്തിന്റെ, വർഗീയതയുടെ ഈ വേർതിരിവ്, സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്? അപ്പൊ പാലം കടന്നു പോകുന്നതോ വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ. അതാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായരെ കൊണ്ട്
ഇത്തരത്തിൽ പ്രതിപാദിച്ചത്. റൈറ്റ്, എം വി ജയരാജൻ. സണ്ണി എം കബിക്കാട്, ഇന്നത്തെ സുകുമാരൻ നായരുടെ പ്രസ്താവന കേവലമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, ഗാന്ധി പ്രതിമ പോലെ പൊതുസ്ഥലമല്ല, ആർക്കും വന്ന് തൊഴുതു പോകാവുന്ന ഒരു സ്ഥലമല്ല മന്നത്ത് പത്മനാഭന്റെ സമാധി എന്ന് പറയുന്നതിലൂടെ തികച്ചും സാംസ്കാരികമായ സാമൂഹ്യമായ ചില സന്ദേശങ്ങൾ, അത് തെറ്റോ ശരിയോ ആവട്ടെ, അത്തരം സന്ദേശങ്ങൾ സുകുമാരൻ നായർ പുറത്തുവിടുന്നുണ്ട്. താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു ആ പ്രസ്താവനയെ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭാഷണം, അതായത് KPCC പ്രസിഡന്റ് VM സുധീരനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം കേവലമായി കോൺഗ്രസും NSSും തമ്മിലുള്ള സംഭാഷണം മാത്രമായി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന രാഷ്ട്രീയ സമൂഹവും കേരളത്തിലെ സാമുദായിക സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെ സവിശേഷമായി സൂചിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന സാമുദായിക പരിഷ്കർത്താവ് ഗാന്ധിയെ പോലൊരു പൊതുസ്വത്തല്ലെന്നും NSSന്റെ ഒരു സ്വകാര്യ സ്വത്താണെന്നും പറയുന്നത് തീർച്ചയായും ചരിത്രത്തോട് കാണിക്കുന്ന ഒരു നിഷേധമായിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മന്നത്ത് പത്മനാഭൻ മാത്രമല്ല, കേരളത്തിൽ വ്യത്യസ്ത സമുദായങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുകയും അതിന്റെ സാമുദായിക പരിഷ്കരണ നേതൃത്വമാകുകയും ചെയ്ത വ്യത്യസ്ത നേതാക്കളെല്ലാം തന്നെ കേരളീയ സമൂഹത്തിന്റെയും ലോക സമൂഹത്തിന്റെയും പൊതുസ്വത്തായി തന്നെ മനസ്സിലാക്കാനുള്ള ബാധ്യത എല്ലാ സാമുദായിക സംഘടനകൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊരു തർക്കത്തിലേക്ക് പോകേണ്ടത്. മറിച്ച് ഇതിന്റെ ഒരു പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ, കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനോട് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഒരു സംഘടിത സമുദായത്തിന് നേതൃത്വം സംസാരിക്കുമ്പോൾ അതിൽ നിന്നും കേരളം മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പോലെ സമുദായം എന്നത് രാഷ്ട്രീയത്തിന് വെളിയിലുള്ള ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് കേരളത്തിലെ സംഘടിത സമുദായങ്ങളും കേരളത്തിലെ രാഷ്ട്രീയവും എല്ലാ കാലത്തും കെട്ടുപിണഞ്ഞു തന്നെയാണ് അതിന്റെ ചരിത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ സംഘടിത സമുദായങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെയും NSS അടക്കമുള്ള സംഘടിത സമുദായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അവരുടെ അഭിപ്രായത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമാണ് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ മോശമായ ഭാഷയിൽ പോലും സംസാരിക്കാൻ ഈ സാമുദായിക നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. മാത്രവുമല്ല, മറ്റൊരു പ്രധാന കാര്യം, ഈ സമുദായം എന്ന് പറയുന്നത് ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റാണ് ഞങ്ങളെന്നാണ്. അതായത് 100 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ നടത്തുന്ന വലിയൊരു സ്ഥാപനമായിട്ട് കൂടി വേണം നമ്മൾ NSSനെ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വെല്ലുവിളിക്കുവാനുള്ള ഇവരുടെ ശേഷി യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ കൂടി വരുന്നതാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു സംശയം, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി NSS നിലനിൽക്കെ മന്നത്ത് പത്മനാഭനും മന്നത്ത് സമാധിയും തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കെ എന്തിനാണ് മന്നത്തിനെയും NSSനെയും പൊതുസ്വത്താക്കി മാറ്റാൻ താങ്കൾ വാദിക്കുന്നത്? NSSനെ പൊതുസ്വത്താക്കി മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, മന്നത്ത് പത്മനാഭൻ ഒരു സാമുദായിക പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കുവാനുള്ള അവകാശം കേരളത്തിലെ നായന്മാർക്ക് മാത്രമാണെന്ന് പറയുന്നത് വളരെ തെറ്റായൊരു രീതിയാണ്. മറിച്ച് അത് കേരളത്തിലെ പൊതുസ്വത്താണ്. അയ്യൻകാളി എന്ന് പറഞ്ഞ കേരളത്തിലെ ദളിതരുടെ മാത്രം നേതാവാണെന്ന് ഒരു ദളിതർ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കേണ്ടതില്ല എന്ന സുചിന്തിതമായ അഭിപ്രായമാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. മറിച്ച് അത് പൊതുസ്വത്തായി തന്നെ നമ്മൾ കാണണം. മറിച്ച് NSS ആസ്ഥാനത്തിന്റെ തൊട്ട് താഴെയുള്ള മന്നം സമാധി അത് ഞങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നതാണെന്ന് പറയുന്നത് കൊണ്ട് സാങ്കേതികമായി തെറ്റില്ല. പക്ഷെ മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ നായന്മാരുടെ മാത്രം സ്വത്താണെന്ന് പറയുന്നത് ചരിത്ര നിഷേധമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. റൈറ്റ്, മടങ്ങിയെത്താം.